ഇപ്പോൾ കാര്യങ്ങൾ മാറുകയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇത് മാതൃകയാക്കാമെന്ന് മാത്രമല്ല, ഇപ്പോൾ അത്തരം ഒരു പ്രവൃത്തിയെ വേറെ രീതിയിലേക്ക് വ്യാഖ്യാനിക്കപ്പെടുകയും ചെയ്യുന്നു. ആദ്യത്തെ ഒരാഴ്ച എല്ലാവരും ഭയങ്കരമായ പിന്തുണയും കാര്യങ്ങളും ഒക്കെ കൊടുക്കും. എല്ലാ കേസുകളിലും ഒരുപക്ഷെ നേരിട്ട് അനുഭവമുള്ള ആളായതുകൊണ്ട് പല കേസുകൾ കൊണ്ടുവരുമ്പോഴും ആദ്യമേ ഒരു സപ്പോർട്ടൊക്കെ ഉണ്ടാകും, മാധ്യമങ്ങൾ വരെ. പിന്നീട് ഇതെല്ലാം മാറും, കോടതിയിലേക്ക് എത്തും, വാദി പ്രതിയാകും, തിരിച്ചും മറിച്ചുമൊക്കെ വെക്കും. എന്താകും ഈ നീതിയുടെ ഗതി? ഇപ്പം ഇവിടെ ഇരിക്കുന്ന പലർക്കും നവാസ് പറഞ്ഞത് കേട്ട് ഇത്തിരി കൺഫ്യൂഷൻ ഉണ്ട്. കൺഫ്യൂഷൻ ഉണ്ടാവും, അതുണ്ടാക്കുക എന്നുള്ളത് തന്നെയായിരുന്നു. അതെ, നവാസിന്റെ ലക്ഷ്യം അത് തന്നെയാണ്. ഈ കൺഫ്യൂഷൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു, ഇത്തരത്തിലുള്ള പ്രതികളെല്ലാം രക്ഷപ്പെട്ടു. എൻ്റെ പൊന്നു കുഞ്ഞുങ്ങളെ, ഞാൻ നിങ്ങളോടൊക്കെ വീണ്ടും വീണ്ടും അപേക്ഷിക്കുകയാണ്, ഇത്തരം സിറ്റുവേഷൻസ് വന്ന ആരുമില്ല നിങ്ങളെ സംരക്ഷിക്കാൻ. ഒരു കാലത്തും നിങ്ങളെ സംരക്ഷിക്കാൻ ഇവിടെ ഒരു കോടതിയുമില്ല, ഒരു സർക്കാരോ ഒരു സമൂഹമോ ഒരാളും ഉണ്ടാവില്ല. നമ്മൾ മാത്രമേ നമ്മളെ സംരക്ഷിക്കാനുണ്ടാവുള്ളൂ എന്ന് കരുതി നിയമം കയ്യിലെടുക്കുകയാണോ വേണ്ടത് എന്നൊരു ചോദ്യം ചോദിച്ചാൽ അടുത്തൊരു സൊല്യൂഷൻ നമുക്ക് പറഞ്ഞു തരണം. അതിന് ബാധ്യതയുണ്ട്, കോടതിക്ക് ബാധ്യതയുണ്ട്, സർക്കാരിന് ബാധ്യതയുണ്ട്, സമൂഹത്തിനും ബാധ്യതയുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ ഇവരൊക്കെ ചോദിച്ചത് തന്നെയാണ്, ഇവിടെ ഇതുവരെയുള്ള കേസുകളൊക്കെ എന്തായി? ആദ്യം അത് പറയൂ. ഒന്നുമായിട്ടില്ല. ഇത് ഈ കുട്ടി ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ കുട്ടി വേറെ ആൾക്കാരാരെങ്കിലും വെച്ച് ചെയ്തിട്ട് ഇതിൻ്റെ പിന്നിൽ ആരുമുണ്ടെങ്കിലും ഇത് ഭരണകൂടത്തോടും കോടതിയുടെ നിയമത്തോടുമുള്ള ഒരു വെല്ലുവിളിയാണിത്. നിങ്ങൾക്ക് ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല, അതാ ഞാൻ ചെയ്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് ഏറ്റവും വലിയ നാണക്കേടാണ്, നമ്മുടെ നാടിനാണ് നാണക്കേട്. ഇത്തരം ഒരു ലിംഗനീതിയാണോ നമുക്ക് വേണ്ടത്? ഇത് ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും ചില സാഹചര്യങ്ങളായിരിക്കാം അവരെ ഇത്തരത്തിലേക്ക് പ്രേരിപ്പിക്കുന്നത്. ചിലത് പറയാൻ പറ്റിയെന്ന് വരത്തില്ല. ഇപ്പോൾ നമ്മുടെ വീടുകളിലാണെങ്കിൽ ഈ കുഞ്ഞുങ്ങളൊക്കെ പോയി എന്താ അവരുടെ വീട്ടിൽ അവർക്കൊരു മോശം കാര്യം ഉണ്ടായി എല്ലാം പോയി പറഞ്ഞെന്ന് വരത്തില്ല. വീട്ടിലെ സിറ്റുവേഷൻ അതായിരിക്കാം. നമ്മൾ ആ കുഞ്ഞുങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അത് ആ സാഹചര്യം ഇപ്പോൾ ചോദിക്കുന്നുണ്ട്, കഴിഞ്ഞ 6 വർഷമായിട്ട് ഇവരുടെ വീട്ടിലുണ്ടായിരുന്നു, ഈ പെണ്ണെന്തുകൊണ്ട് റിയാക്ട് ചെയ്തില്ല എന്നൊരു ചോദ്യമുണ്ട്. ശരിയായിരിക്കാം, അവൾ എഡ്യൂക്കേറ്റഡ് ആണ്, ഒക്കെ ആയിരിക്കാം. പക്ഷെങ്കിൽ ഇത് ഇത്രയും നാൾ സഹിച്ചതിൻ്റെ ഒരു റിയാക്ഷൻ ആയിരിക്കും ഈ വന്നിരിക്കുന്നത്. ഇതേ ചോദ്യം ചോദിച്ചുകൂടെ? ഇന്ദിരാഗാന്ധിയെ കൊന്ന വെടിവെച്ച ബിയാൻ സിംഗ് 1.5 വർഷം ഇന്ദിരാഗാന്ധിയിലും ഉണ്ടായിരുന്നു, എന്നാൽ അന്ന് എന്താ വെടിവെക്കാൻ എന്നുള്ള ചോദ്യം പോലും ഉള്ളത് ഇല്ലേ? സാഹചര്യങ്ങളായി സിറ്റുവേഷൻ ആയിരിക്കാം, ആ ഒരു സഹിക്കാവുന്നതിൻ്റെ പരമാവധിയിലായിരിക്കാം നമ്മളിത് റിയാക്ട് ചെയ്യുന്നത്. അതിനെ ആ രീതിയിൽ കണ്ടാൽ മതി. ഇതിനെ നമ്മൾ എല്ലാവരും കൂടെ ചേർന്ന് ആ കുഞ്ഞിനെ പീഡിപ്പിക്കാതിരിക്കുക എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഇതാണ് ഇതിൻ്റെ ഒരു സത്യം. നിങ്ങൾക്ക് ആര് നീതി കൊടുക്കും? ആരും കൊടുക്കുന്നില്ല. അതുകൊണ്ടാണ് ജനം നിയമം കയ്യിലെടുക്കാൻ ഇത് എല്ലാവരും ചെയ്യണമെന്നല്ല, ആരും ചെയ്യാതിരിക്കട്ടെ. പക്ഷേ സിറ്റുവേഷനാണ് മനുഷ്യനെ കൊണ്ട് എത്തിക്കുന്നത്. എനിക്കറിയാവുന്ന പെൺപിള്ളേരോടൊക്കെ ഞാൻ പറയാറുണ്ട്, ഈ മറ്റേ സ്പ്രേ ഇല്ലേ, എന്താ പറയുക, കുറഞ്ഞ പക്ഷെ നിങ്ങളുടെ ബാഗിനകത്തേലും കരുതണം. ഞാൻ പറഞ്ഞ അത് ഭയങ്കര പ്രശ്നമാണ്. ഞാൻ ചോദിച്ചപ്പോൾ അത് ഇങ്ങോട്ട് ഇത്ര ഡിസ്റ്റൻസിൽ വെച്ച് അടിക്കണം, അല്ലെങ്കിൽ തിരിച്ച് നമുക്കിട്ട് കാറ്റുണ്ടെങ്കിലേ ഉള്ള പ്രശ്നം. കാറ്റുണ്ടെങ്കിലാണ്. അല്ല സാർ, ഇതൊരു പ്രശ്നമുണ്ട്. ഒരു ടെൻഷൻ വന്നു, ഈ ടെൻഷൻ വരുമ്പോ ഇത് എടുത്തു കഴിഞ്ഞാൽ നേരെ എന്റെ പോത്തേക്ക് ആയിപ്പോയി. എന്ത് ചെയ്യും? അയ്യോ, അങ്ങനെയൊക്കെ എന്തായാലും ഞാൻ പറഞ്ഞ ഇവരെ നമ്മൾ ഏത് തരത്തിൽ സഹായിക്കും? ഇപ്പൊ ഈ ഇരിക്കുന്ന പെൺകുട്ടികൾക്ക് ആർക്കെങ്കിലും ഒരു ആക്സിഡന്റ്, ഒരു ഇതുപോലെ സിറ്റുവേഷൻ ഉണ്ടായി, ഈ നമ്മളിപ്പോൾ വാചം അടിച്ചിട്ട് പോകുന്ന ആര് പോലും ഈ കുഞ്ഞുങ്ങളോട് നിൽക്കുമോ? അവർക്ക് വേണ്ടി ഒരു സാക്ഷി പറയാൻ, അല്ലെ അവർക്ക് വേണ്ടി അവരോടൊപ്പം അവരെ ഒന്ന് ആശ്വസിപ്പിക്കാൻ. ഇതാണ് സിറ്റുവേഷൻ. അപ്പൊ ഇതാണ് നമ്മുടെ സൊസൈറ്റി, നമ്മുടെ ആൾക്കാരുടെ ഈ മരവിച്ച മനസ്സാണ് ഇതിന്റെയൊക്കെ ബേസിക് പ്രശ്നം. അപ്പൊ ഈ പറയുന്ന പോലെ എന്തെങ്കിലും ഒരു സംഭവം നടക്കുമ്പോൾ നമ്മളെല്ലാം ആദ്യം ആ വിക്ടിമിന് എന്താണ് കുഴപ്പമെന്ന് നോക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. വടക്കാഞ്ചേരി പെൺകുട്ടിയുടെ വിഷയം തന്നെ ഒരുപാട് പേര് എന്നെ വിളിച്ച് പറഞ്ഞത്, അയ്യോ അവർ ഭയങ്കര ചീത്തയാന്ന് കേട്ടല്ലോ. ഞാൻ പറഞ്ഞ ആയിക്കോട്ടെ, അവര് ചീത്തയായിക്കോട്ടെ, പക്ഷെ അതൊന്നും ബലാത്സംഗം ചെയ്യാനുള്ള ലൈസൻസ് അല്ല. നമ്മള് ഡൽഹി കുട്ടി എന്ത് പറഞ്ഞു, രാത്രി എന്തിനാണ് അവന്റെ കൂടെ ചുറ്റാൻ പോയത് എന്ന് ചോദിച്ചു. ജിഷ മഹാ ചീത്ത കുട്ടി. പിന്നെ സൗമ്യ എന്തിനാണ് രാത്രി ഒറ്റയ്ക്ക് ട്രെയിനിൽ ആ കമ്പാർട്ട്മെന്റിൽ കയറിയിരുന്ന, വേറെ എത്രയോ കമ്പാർട്ട്മെന്റ് ഉണ്ട്. ഇങ്ങനെ നമ്മൾ വിക്ടിമിനെതിരെ, ഇത് സമൂഹമാണ് ഇതിന് ഏറ്റവും വിക്ടിമിനെ എതിർത്ത് ഇങ്ങനെ നിൽക്കുന്നത്. നമ്മുടെ നാട്ടിലെ പൊതുസ്ഥിതി, സമൂഹത്തിൻ്റെ സ്ഥിതി എന്താ? ഒരു പെണ്ണിനെ ബലാത്സംഗം ചെയ്താൽ ആ ബലാത്സംഗം ചെയ്തവന് നാട്ടിൽ വലിയ പ്രമാണി. ആ പെൺകുട്ടി ആരെങ്കിലും കല്യാണം കഴിക്കുമോ? അവൻ 4 കല്യാണം കഴിക്കല്ലോ. എന്ത് ന്യായം അത്? പുരുഷനും സ്ത്രീയും ഒരുപോലല്ലേ? അവന് ബലാത്സംഗം ചെയ്യാൻ വേണ്ടി ലൈസൻസ് കൊടുത്തിട്ടുണ്ട് ആരെങ്കിലും? ഇല്ലല്ലോ. അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾ നമ്മൾ പ്രതികരിക്കാതെ നമ്മളപ്പോൾ നിയമത്തിൻ്റെ കൂട് നോക്കി ചില ആളുകൾ പുറപ്പെട്ട് ഗൂഢാലോചന അന്വേഷിക്കാൻ പോയാൽ എനിക്ക് ദുഃഖമേ ഉള്ളൂ നവാസെ. സത്യം പറഞ്ഞാൽ നവാസിനെ പോലൊരു ചെറുപ്പക്കാരൻ, ഒരു സാമൂഹ്യ പ്രവർത്തകൻ ഇതുപോലൊരു കാര്യത്തിന് ഇതിൻ്റെ ഉള്ളിൽ തേടിക്കൊണ്ട് ഗൂഢാലോചന അന്വേഷിക്കാൻ പോകുന്നത് വളരെ മോശമാണ്. അത്രയും ഞാനിപ്പോൾ പറയുന്നുള്ളൂ. ആ പെൺകുട്ടിയില്ലേ, ആ പെൺകുട്ടി ചെയ്ത കാര്യം
ആ ചെയ്ത കാര്യത്തെക്കുറിച്ച് നിങ്ങൾ അന്വേഷിക്കാൻ പോകുന്നതിന് പകരം പെൺകുട്ടി രക്ഷപ്പെടുത്താൻ നോക്ക്. നമ്മളെ സമൂഹം ചെയ്യേണ്ട ആ പെൺകുട്ടി രക്ഷപ്പെടുത്തണം. ആ പെൺകുട്ടി രക്ഷപ്പെടുത്തിക്കൊണ്ട് ആ പെൺകുട്ടിയുടെ പാത നമ്മുടെ നാട്ടിൽ ഒരു വലിയ ക്യാമ്പയിനാക്കി മാറ്റമുണ്ടാക്കാൻ തുടങ്ങണം. കുട്ടി ആ പെൺകുട്ടി നിങ്ങൾ നവാസെ നിങ്ങൾ അങ്ങനെ പറയല്ല. നിങ്ങൾ പറഞ്ഞ ഞാൻ നമ്മൾ കേട്ടല്ലോ. നിങ്ങളെ ന്യായം കേട്ടല്ലോ. ആ ന്യായം എത്ര ആളോട് പറയാം? നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാമ്പയിന് പോകാതിരിക്കും ന്യായം. സത്യവുമായി ആ ന്യായത്തിന് എന്താ ബന്ധം? ആ പെൺകുട്ടിയോട് 3-4 ആളുണ്ടാവും. ആ പെൺകുട്ടി എങ്ങനെ ചെയ്യുന്നു? ഇതുപോലൊരു കരാട്ടെ പഠിച്ച ഒരു കളരിപ്പയറ്റ് പഠിച്ച ഒരാളെ എങ്ങനെ ആ പെൺകുട്ടി ചെയ്യും? ആ സന്ദർഭത്തിൽ ചില സമയത്ത് സംഭവിച്ചു പോകുന്നതാണ്. ഞാൻ നേരത്തെ റോയിയോട് പറയായിരുന്നു, ഡൽഹിയിൽ വീണിട്ട് എൻ്റെ ഇടുപ്പിൽ പൊട്ടി എണീച്ച് നടക്കെങ്കിൽ ഡോക്ടറിനോട് വെച്ച് നിങ്ങൾ എഴുന്നേറ്റ്. അത് മനുഷ്യന് അവസാനമായി കിട്ടുന്ന ഒരു അതിജീവന മാർഗ്ഗം. ആ പെൺകുട്ടി കിട്ടിയ അതിജീവന മാർഗ്ഗം അത്. ആ പെൺകുട്ടി മുൻകൂട്ടി തയ്യാറാക്കിയതല്ല. ഒരുപാട് കാലമായി പെൺകുട്ടിയെ പീഡിപ്പിക്കുന്നത്. അന്നൊന്നും ചെയ്യാതെ ഇപ്പം എന്താ ചെയ്തിരിക്കുന്നത്? അന്ന് ചെയ്യാൻ സന്ദർഭം കിട്ടിയില്ല, ഇപ്പൊ സന്ദർഭം കിട്ടിയിരിക്കുന്നു. പെൺകുട്ടി കൊട്ടേഷൻ കൊടുത്ത് ചെയ്യിച്ചു എന്ന് തന്നെ നിങ്ങളൊക്കെ പറഞ്ഞിരിക്കട്ടെ. കണക്കായി എന്താ ന്യായം? അതുകൊണ്ട് ഇതിലൊക്കെ ഒരു സംഭവം ഞാൻ ഇങ്ങനെ ആകാവൂ എന്നാണ് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത്. ഇവിടെ ഇത്തരം നീതികൾ ശരിയോ തെറ്റോ എന്നുള്ള ചോദ്യം വരുന്നു. എന്തുകൊണ്ട് ഭരണഘടനാ വിരുദ്ധമായ ഒരു തെറ്റ് ചെയ്യാൻ പ്രജകൾ പ്രേരിപ്പിക്കപ്പെടുന്നു? അതിവിടെ നീതിരാഹിത്യമുണ്ടാകുന്നു, അല്ലെങ്കിൽ കാലതാമസമായിട്ടുള്ള നീതി നടപ്പാക്കൽ ഉണ്ടാകുന്ന പ്രശ്നമാണ്. അതിനെ നമ്മൾ ആ രീതി കണ്ട് മാറ്റണോ, അതല്ല ഇതൊന്നും അവർ ചെയ്തതല്ല, ഈ രീതി തന്നെ ഇവിടെ തുടർന്നാൽ മതി എന്നുള്ള തരത്തിലേക്ക് സംസാരിക്കുകയാണോ വേണ്ടത്? തീർച്ചയായിട്ടും ആ രീതിയിലല്ല. നമ്മൾ അനുഭവങ്ങളാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ഇപ്പോഴും ആ ജിഷയെ കൊന്നത് അമീറുൽ ഇസ്ലാമാണെന്ന്? കോടതിയുടെ വിഷയമല്ല. കോടതി ഇപ്പൊ DGP ആണ് റിപ്പോർട്ട് കൊടുത്തേക്കുന്നത്. നവാസ്, ഒരു ചോദ്യം ചോദിക്കട്ടെ, നിങ്ങൾ സത്യാവസ്ഥ അറിഞ്ഞോളൂ. പക്ഷെ എൻ്റെ ഒരു ചോദ്യത്തിന് സിമ്പിൾ ചോദ്യമാണ്, ഈ പെൺകുട്ടി ചെയ്തത് ശരിയോ തെറ്റോ എന്ന് നിങ്ങൾ പറയുന്നു. സ്വാമി പെൺകുട്ടിയെ പീഡിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പെൺകുട്ടി ചെയ്തത് 100% ശരി തന്നെയാണ്. ചോദ്യം ചോദിക്കട്ടെ, ചെയ്തെങ്കിൽ ഈ സ്വാമി അവിടെ എന്താ സീരിയൽ കാണാൻ പോയതാ? 10 വർഷമായിട്ട് സീരിയൽ കാണാനല്ലോ. 10 വർഷം അവിടെ സീരിയൽ കണ്ടോണ്ടിരിക്കുകയായിരുന്നു. ഈ ജനങ്ങളെ ഭക്തിയുടെ പേരിൽ ഇങ്ങനെ ഒരു കപട സന്യാസം സ്വീകരിച്ചിട്ട് ഇങ്ങനെ പറ്റിച്ചുകൊണ്ട് ജീവിക്കാൻ നമ്മൾ ആരും അങ്ങനെ തയ്യാറല്ല. ഞാൻ കലാനാഥ് മാഷിലേക്ക് പോട്ടെ. മാഷെ, ഒറ്റ ചോദ്യം. ഇത് എല്ലായിടത്തും ഈ കപട സന്യാസിമാർ അല്ലെങ്കിൽ കപട മതേതരവാദികൾ, ഇവരെല്ലാം ആത്മീയ നേതാക്കൾ, ഇവരെല്ലാം ഈ പ്രതികളായി വരാറുണ്ട്. നമ്മുടെ ജനങ്ങൾക്ക് ഒരു സ്വാമിയിൽ അല്ലെങ്കിൽ ഒരച്ഛനിൽ ഒക്കെ ഇത്ര വിശ്വാസം വരുന്നത് എങ്ങനെയാണ്? അത് മനസ്സിലാക്കി കൊടുക്കേണ്ട ഒരു ഉത്തരവാദിത്വം ഇവിടുത്തെ പുരോഗമന ചിന്താഗതിക്കാർക്കില്ലേ? യഥാർത്ഥത്തിൽ പുരോഗമന ചിന്താഗതിക്കാരാണ് ഇത്തരം കാര്യങ്ങളിൽ ഇടപെടേണ്ടത്. മതമണ്ഡലത്തിലായാലും മതേതര മണ്ഡലത്തിലായാലും അസംബന്ധങ്ങൾ നടക്കുമ്പോൾ ആ അസംബന്ധങ്ങൾക്കെതിരെ സാംസ്കാരികമായി പ്രതികരിക്കാനുള്ള ഉത്തരവാദിത്വം രാഷ്ട്രീയക്കാർക്ക് മാത്രമുള്ളതല്ല, സാംസ്കാരിക നായകന്മാർക്കുണ്ട്, ബഹുജനങ്ങൾക്കുണ്ട്, വനിതാ സംഘടനകൾക്കുണ്ട്, കൾച്ചറൽ ഓർഗനൈസേഷൻസ് ഉണ്ട്. പക്ഷെ അവരൊക്കെ പലപ്പോഴും ഭാഗികമായി ഇടപെടാറുണ്ട്. പക്ഷേ അവരുടെ ഈ സ്ത്രീകളുടെ പക്ഷത്ത് നിന്ന് സ്ത്രീകളെ സംരക്ഷിക്കാനാണല്ലോ ഇന്നത്തെ ഈ ചർച്ചയുടെ പ്രധാന ഗതി. പക്ഷെ അവിടെ നവാസിൻ്റെ നിലപാടെന്താ? സ്ത്രീപക്ഷത്ത് സ്ത്രീ സംരക്ഷകൻ്റെ വേഷം കെട്ടുകയും പുരുഷവർഗ മേധാവികളുടെ തോന്നിവാസങ്ങൾക്ക് വേണ്ടി വാദിക്കുകയും അതിന് തെളിവ് കണ്ടെത്താനുള്ള പുതിയ മാർഗം തേടുകയും ചെയ്തുകൊണ്ട് ഈ പ്രധാന വിഷയത്തെ അദ്ദേഹം യഥാർത്ഥത്തിൽ മങ്ങലേൽപ്പിക്കുകയാണ്. അതിൻ്റെ യഥാർത്ഥ പരിഹാരത്തിൽ നിന്ന് നമ്മുടെ ശ്രദ്ധ തിരിച്ചുവിടുകയാണ്. ഒരു കപട പുരോഗമനവാദിയുടെ വേഷമാണ് അദ്ദേഹം കെട്ടിയിട്ടുള്ളത്. സത്യത്തിൽ ഈ സ്ത്രീ ചെയ്തത് തെറ്റോ ശരിയോ, അല്ലെങ്കിൽ സന്യാസിയുടെ ഭാഗത്ത് വേറെ കള്ളന്മാരുണ്ടോ, വേറെ അക്രമികളുണ്ടോ എന്ന് അവരുടെ FIR ഒന്ന് പരിശോധിച്ച് നോക്കൂ. അവർ ജീവിച്ചിരിക്കുന്നുണ്ടല്ലോ. രണ്ടാളോടും അന്വേഷണം നടത്തിയാൽ അറിയാലോ. പോലീസിൻ്റെ അന്വേഷണം തെറ്റാണെങ്കിൽ സാംസ്കാരിക നായകന്മാർക്ക് അന്വേഷണം നടത്താലോ. എന്തായാലും FIRലെ ആദ്യത്തെ റിപ്പോർട്ടിൽ അത്തരം സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതുകൊണ്ട് ആ പെൺകുട്ടി പറയുന്നത് ഞാനാണ് അങ്ങനെ ചെയ്തതെന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാതിരിക്കാൻ വഴിയില്ല. ആ കുട്ടിക്ക് കേരളത്തിലെ നിയമപണ്ഡിതന്മാർ പരിപൂർണ സംരക്ഷണം കൊടുക്കണം. അവളെ കേസ് ബാധിക്കാൻ ഏതെങ്കിലും പുരോഗമന പ്രസ്ഥാനമോ സർക്കാരോ തയ്യാറാകണം. അവൾക്ക് വേണ്ട ഫുൾ പ്രൊട്ടക്ഷൻ കൊടുക്കുകയാണ് വേണ്ടത്. അല്ലാതെ ഇത്തരം അക്രമങ്ങളുടെ കള്ളത്തരം പറഞ്ഞ് കപട സന്യാസിമാരെ വേഷം സംരക്ഷിക്കാൻ വേണ്ടി ഈ പുരുഷമേധാവിത്വ സംസ്കാരത്തിൻ്റെ അതിനീതന്മാരായ സംരക്ഷകന്മാർ ഇപ്പോഴും രംഗത്ത് വരുമ്പോൾ അവരെ തടുക്കാനുള്ള ഏകമാർഗം ഈ കുട്ടിക്ക് പൂർണ്ണമായ സംരക്ഷണം കൊടുക്കേണ്ടതാണ്. ഇപ്പോൾ ഡെയിലി ന്യൂസ് പേപ്പർ വായിച്ചാലും ഫേസ്ബുക്ക് ആണെങ്കിലും TV ആണെങ്കിലും ഇത്തരത്തിലുള്ള വാർത്തകളെ നമുക്ക് കാണാൻ പറ്റുന്നുള്ളൂ. ഇപ്പോൾ നാട്ടിൽ സഫീഷ്യൻ്റ് ആയിട്ട് ലോസ് ഉണ്ടെന്ന് പറയുന്നു.
അങ്ങനെയാണെങ്കിൽ തന്നെ ഇത്തരം കേസ് കൂടി വരുന്നുണ്ടെങ്കിൽ അത് തെളിയിക്കുന്നത് വെച്ചാൽ ലോസ് സഫീഷ്യൻ്റ് അല്ല എന്നുള്ളതാണ്. സ്ത്രീകളെ വിമർശിക്കുന്നതിലേറെയും പുരുഷന്മാരെക്കാട്ടിലും സ്ത്രീകൾ തന്നെയാണ് ഇങ്ങനെ ഒരു കേസ് വരുമ്പോൾ. ആദ്യമൊക്കെ നമ്മൾ ഒറ്റ വാക്കിൽ പറയാം അവൾ ചെയ്തത് ധീരപ്രവൃത്തി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പലർക്കും സംശയമാണ് ഇത്രയും നാൾ എന്തിന് ഈ കുട്ടി സഹിച്ചു, അങ്ങനെ ഒരു ഇത് വരുന്നുണ്ട്. അതാ എന്തിനാ ഈ ഒരു 5 വർഷം എന്തിന് ഈ പെൺകുട്ടി സഹിച്ചു, അവളുടെ പുറകിൽ എന്തോ പ്രശ്നമുണ്ട്, അത് അത്ര ശരിയൊന്നും അല്ല, ഇതിപ്പോൾ എന്തോ കാശിൻ്റെ പ്രശ്നം വന്നപ്പോഴാണ് ഈ പ്രതികരണം വന്നതെന്നൊക്കെ ഉള്ള ധാരാളം കമൻസ് നമ്മൾ കേൾക്കുന്നുണ്ട്. പക്ഷേ ഒരു പെൺകുട്ടിക്ക് എപ്പോഴാണോ അവളെ തൊടണ്ട എന്ന് തോന്നുന്നത് അത് പീഡനമാകും. വനിതകൾ പ്രതികരിക്കേണ്ട സാഹചര്യം വരുമ്പോൾ ഇങ്ങനെയാണോ പ്രതികരിക്കേണ്ടത്, അതോ ഇത് മനസ്സിലാക്കിക്കൊണ്ട് സർക്കാർ ഇക്കാര്യത്തിൽ ഒരു മാറ്റം IPC മാറ്റണമെങ്കിൽ അത്തരമൊരു ശുപാർശകളിലേക്ക് പോവുകയാണോ ചെയ്യേണ്ടത്? എന്തായിരിക്കും അതിനകത്തൊരു നടപടി ഉണ്ടാവുക? തീർച്ചയായിട്ടും ഈ സംഭവം കഴിഞ്ഞപ്പം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അത് വ്യക്തമായും പറഞ്ഞിട്ടുണ്ട്. ഈ പെൺകുട്ടിയെ അഭിനന്ദിച്ചിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം ഒരു വലിയ സൂചനയാണ്. ഇതിനാവശ്യമായ സ്ത്രീകളുടെ സംരക്ഷണം കൊടുക്കാൻ സർക്കാരിന് ബാധ്യതയുണ്ട്, നിർവഹിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എന്നെക്കൊണ്ട് കഴിയാവുന്ന കാര്യങ്ങൾ ഞാൻ അക്കാര്യത്തിൽ. ശരി, നീതി നിഷേധിക്കപ്പെടുന്ന വനിതകൾക്ക് എല്ലാവർക്കും തന്നെ പാഠമാകുന്ന രീതിയിലുള്ള പ്രതികരണങ്ങൾ സമൂഹത്തിൽ നിന്നുണ്ടാകുന്നു. ഇത്തരം ചർച്ചകളെല്ലാം തന്നെ അത്തരം നിയമങ്ങൾ സൃഷ്ടിക്കപ്പെടാൻ വേണ്ടിയുള്ള ഒരു കാരണമാകട്ടെ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഈ ആഴ്ച നിർത്തുന്നു. അടുത്ത ആഴ്ച മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നല്ല നമസ്കാരം.